ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി അടുത്ത എക്സാം മാത്സ് ആണ്, 27-ാം തീയതി. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയെന്ന് മനസ്സിലായി. പക്ഷെ അതിനായിട്ടുള്ള മെയിനായിട്ടുള്ള റീസൺ, ഞാൻ ബയോളജിൻ്റെയും കെമിസ്ട്രി, അതേപോലെ ഫിസിക്സ് അതൊക്കെ അത്യാവശ്യം നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിലെനിക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് പറയാൻ ടിപ്സ്, അതിന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ മാത്സിൻ്റെ കേസിൽ എൻ്റെ കാര്യത്തിൽ വലിയൊരു കഥയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വൈകിയത്. പിന്നെ പലരും ചോദിച്ചു നിങ്ങൾ ഏത് ലൈവ് ക്ലാസ് ആണ് കാണുന്നത് എന്ന്. ഇപ്പോൾ ഫിസിക്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഞാൻ അലക്സാർ എക്സാം വിന്നറാണ് കാണാറ്. അപ്പോൾ അതൊരു ഒരു ചോയ്സ് ഉണ്ട് നമുക്ക്, നമ്മൾ അതേ കാണുള്ളൂ എന്ന്. പക്ഷേ മാത്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് കാണാം, ഇത് ഇടണ നന്നാവും, അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. അതുകൊണ്ടാണ് അതും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഞാനിങ്ങനെ ഇന്നലെ ഇതൊക്കെ നോക്കിയപ്പോൾ എജുപോർട്ടിൻ്റെ ക്ലാസ്സസ് കുറച്ചും കൂടി ബെറ്ററായി തോന്നി. കാരണം അവർ എക്സാമിൻ്റെ അടുപ്പിച്ചായാലും അങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് അങ്ങനെ ഓടിച്ച് പോകണില്ല. കറക്റ്റ് ആ ഒരു ഒരു 8 hour ലൈവ് ഉണ്ട്, ഒരു 4 hour ലൈവ് ഉണ്ട്. അതിനും അത്യാവശ്യം കറക്റ്റായിട്ട് കോൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മോഡൽ എക്സാമിൻ്റെ മാർക്ക് എത്രയാണെന്ന്. എനിക്ക് മോഡൽ എക്സാമിന് 50 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. മാർക്ക് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, പക്ഷെ ഞാൻ അത്യാവശ്യം അറിയായിരുന്നു ഇത്തിരി ടഫാവുന്നുള്ള, നമ്മൾ ക്രിസ്മസ് എക്സാം ഒക്കെ കണ്ടിട്ടാണല്ലോ പോണത്. അപ്പോൾ അത്യാവശ്യം ടഫാവുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് 50 മാർക്കെങ്കിലും കിട്ടാൻ സാധിച്ചത്. കാരണം ടഫാവുന്ന മനസ്സിലുള്ളതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ അതേപോലെ പെട്ടെന്ന് ടഫ് ക്വസ്റ്റ്യൻ വന്നപ്പോഴും പെട്ടെന്ന് അങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് ഉള്ളതൊക്കെ എഴുതാൻ നോക്കി. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ അത്ര ടഫ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ മെയിനായിട്ട് എനിക്ക് ടഫായിട്ട് ഫീൽ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് പറയാം. അതിൽ ഒന്നാമത്തെ ഈ ഒരു സർക്കിളിൻ്റെ ആ ഒരു സംഭവം, പിന്നെ അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂസിങ് ആയി തോന്നി. അതിൽ അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിയുമെങ്കിലും അത് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ ഞാൻ +1 മാത്സിൽ തീരെ പഠിക്കാത്തൊരു ചാപ്റ്ററാണ് കോണിക് സെക്ഷൻസ്. എന്താണെന്നറിയില്ല, ജോമെട്രി ആയതുകൊണ്ടാണോ കുറേ ഇക്വേഷൻ ഉള്ളതുകൊണ്ടൊന്നും അറിയില്ല, അതുകൊണ്ട് പഠിക്കാണ്ട് ഒരു മൈൻഡ് വരാറില്ല. അപ്പോൾ കോണിക് സെക്ഷൻസ് ഞാൻ എപ്പോഴും ക്രിസ്മസിന് സ്കിപ്പ് ചെയ്തു, മോഡലിന് സ്കിപ്പ് ചെയ്തു, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നും ആദ്യത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നീട് ടഫ് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു സീക്കെക്സിൻ്റെ ഒരു ഡൊമൈൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ, ഇത് ഞാൻ ഇന്നലെ NCERT-യിൽ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഇത് അവിടെ NCERT-യിൽ സംഭവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ പലരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു ഭാഗത്താണ്. അപ്പോൾ അതൊന്നും അങ്ങനെ അറിയണ്ടായിരുന്നില്ല. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാർക്ക് പോകാനുള്ള മെയിൻ റീസൺ. അപ്പോൾ മാത്സിൻ്റെ കേസ് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, ഇനിയിപ്പോൾ ഞാൻ ഫിസിക്സിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഒരു ലിസ്റ്റായിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് ഏതാണ്, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഏതാണ് തോന്നുന്നത്, അതൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ തീരെ നോക്കാത്ത ഏതാണ് അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കിനി എത്രത്തോളം പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററാണ് മെയിനായിട്ട് നോക്കേണ്ടത്, ഏതാണ് റിവൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഇങ്ങനെ മൊത്തം മെസ്സി ആയിട്ട് കിടക്കുമ്പോഴാണ് നമുക്കൊന്നും പഠിക്കാത്തൊരു ഫീല് കിട്ടുക. അപ്പോൾ നമ്മൾ മാക്സിമം അതൊക്കെ ഒന്ന് നോക്കി പോവുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിൽ ടിക്ക് ഇട്ടതൊക്കെ അത്യാവശ്യം നോക്കിപ്പോയതാണ്, പക്ഷെ ടിക്ക് ഇടാത്തത് അത്ര കൊണ്ട് നോക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അത് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരേ പോലത്തെ കണ്ടന്റ് തോന്നുന്ന കുറച്ച്, അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഒരേപോലെയൊക്കെ തോന്നുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ പഠിക്കുമ്പോൾ അത് ഒരുമിച്ച് പഠിക്കാമെന്ന് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയമുണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ്. അതുകൊണ്ട് നമ്മൾ NCERT എക്സസൈസ് ഒക്കെ, സെലക്റ്റഡ് NCERT എക്സസൈസ് ഒക്കെ ചെയ്യാൻ നോക്കുക. കാരണം ടഫാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ എനിക്കും അറിയില്ല എങ്ങനെയായിരിക്കും മാത്സ് എക്സാം എന്ന്. ചിലപ്പോൾ ടഫാവാം, ചിലപ്പോൾ ഈസി ആവാം, എന്താണെന്ന് അറിയില്ല. എന്തായാലും +2കാരുടെ മാത്സ് നല്ല ടഫായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വേഴ്സ്റ്റ് പ്രതീക്ഷിച്ച് പോവുക. അപ്പോൾ നമുക്ക് ഇത്തിരി നല്ല പേപ്പർ വന്നാലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഒരേപോലെയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറയാം.
അപ്പോൾ ഒരേപോലെ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്താണ്. സെറ്റ്സ്, പ്രോബബിലിറ്റി, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ 3 ചാപ്റ്ററിലും കോൺസെപ്റ്റ്സ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സെറ്റ്സിലെ പല കോൺസെപ്റ്റ് നമുക്ക് പ്രോബബിലിറ്റിയിൽ കാണാൻ സാധിക്കും. യൂണിയന്, ഇൻ്റർസെക്ഷന്, അത് വെച്ചുള്ള വെൻ ഡയഗ്രാം, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയുന്ന പോലെ തോന്നും. അതേപോലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലും ആ ഒരു ഓർഡേഡ് പെയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഒന്ന് കണക്റ്റ് ആയ പോലെ തോന്നും. പിന്നെ അടുത്തൊരു സെഷനാണ് ബൈനോമിയൽ തിയറവും പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസും. ഇതിലും കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. NPR, NCR അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുമിച്ച് പഠിക്കാൻ നോക്കുക. അതേപോലെ ലീനിയർ ഇനീക്വാളിറ്റീസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, അത് രണ്ടും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷേ ക്രിസ്മസ് എക്സാമിനൊക്കെ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്നൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഔട്ട് ഓഫ് സിലബസ് നിന്ന്. പക്ഷേ അതൊന്നും ബോധർ ചെയ്യാണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. കോംപ്ലക്സ് നമ്പർ പിന്നെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരിക്കും. പിന്നെ അടുത്തത് ഒരു ജോമെട്രി ഭാഗമാണ്. സ്ട്രെയിറ്റ് ലൈൻസ്, 3 ഡയമെൻഷണൽ ജോമെട്രി, കോണിക് സെക്ഷൻസ്. ഈ ഒരു ഭാഗമാണ് എനിക്ക് പൊതുവേ ഡിഫിക്കൽട്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് പഠിക്കാൻ നോക്കുക. കോണിക് സെക്ഷൻസിൻ്റെയൊക്കെ ആ ഒരു പാരബോള, എലിപ്സ്, ഹൈപ്പർബോള, അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. എനിക്കത് വർക്കായിട്ടില്ല, എന്തായാലും നോക്കാം. പിന്നെ 3 ഡയമെൻഷണൽ ജോമെട്രി, അത് പെട്ടെന്ന് പിന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. സ്ട്രെയിറ്റ് ലൈൻസും പിന്നെ ഒരുപാട് ഫോർമുല ഉണ്ടെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് കത്തും. പിന്നെ അടുത്തത് കുറച്ച് ഡിഫിക്കൽട്ടി പലർക്കും തോന്നുന്ന കുറച്ച് ചാപ്റ്റേഴ്സാണ്. ട്രിഗ്നോമെട്രിയും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും. പക്ഷേ ട്രിഗ്നോമെട്രിയിലെ ചില ഐഡന്റിറ്റീസ് ഒക്കെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ആ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളിലൊക്കെ കടന്നു വരുന്നുണ്ട്. പിന്നെ ലിമിറ്റ്സ്, ഡെറിവേറ്റീവ്സിൻ്റെ ആ ഒരു റിസൾട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് പിന്നെ പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഡെറിവേറ്റീവ്സ് ഒക്കെ ഏകദേശം ഓക്കെ ആവും. പിന്നെ ട്രിഗ്നോമെട്രി നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനെ തന്നെയാണ് ഒരു പാഠം ടാക്കിൾ ചെയ്യാൻ പറ്റുക. പിന്നെ 2 സെപ്പറേറ്റ് ആയിട്ട് തോന്നിയ ചാപ്റ്റേഴ്സാണ് എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സും സീക്വൻസ് ആൻഡ് സീരീസും. സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ്. അത് പഠിച്ചാൽ നമുക്കൊരു ആ ഒരു 6 മാർക്ക് സെക്ഷനത്തെ നമുക്ക് മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അതേപോലെ സീക്വൻസ് ആൻഡ് സീരീസിലും പൊതുവേ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ PYQ ഒക്കെ റെഫർ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് പഠിച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 14 ചാപ്റ്റർ മൊത്തം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ചിലതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. വെയിറ്റേജ് അനുസരിച്ച് കുറച്ച് വെയിറ്റേജ് ഉള്ള ഏതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കോണിക് സെഷൻസ് മൊത്തം പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം അത് ഇനി കുറച്ച് പഠിച്ച് മൊത്തം കൊളാവണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ചാപ്റ്റർ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വൈസ് ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വലിയ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാം ഞാൻ പ്രാവർത്തികമാക്കണോ ചോദിച്ചാൽ അത് ഇനി ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിസിക്സ് കഴിഞ്ഞിട്ട് ഇനി 3 ദിവസമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ദിവസം ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എത്ര വേഗം തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം കോൺഫിഡൻസ് നഷ്ടപ്പെടാണ്ട് പോവുക. കാരണം ഇപ്പോൾ അഥവാ പരീക്ഷ ടഫായാലും എല്ലാവർക്കും ആ പരീക്ഷ ടഫ് തന്നെയായിരിക്കും. അപ്പോൾ വാല്യുവേഷൻ ലിബറലാക്കാനും അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടഫാകുമ്പോൾ ആ ഒരു പേടിയിൽ പോകണ്ട. ഇപ്പോൾ അഥവാ ടഫായാലും നമ്മൾ അതിനെ ഒരുങ്ങിയിട്ടാണല്ലോ പോകുന്നത്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ക്രിസ്മസ് എക്സാമിനും ടഫാണ് വന്നത്, മോഡൽ എക്സാമിനും ടഫാണ് വന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിന് പോവുക, എന്താവും നമുക്ക് കണ്ടറിയാം. പിന്നെ ഞാനിന്ന് മാത്സിന് കമ്പൈൻ സ്റ്റഡിക്ക് എൻ്റെ ക്ലാസ്സിൽ 2 കുട്ടികളെ, എൻ്റെ ക്ലാസ്സിൽ 2 ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്. ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് കൂടെ കൂട്ടിയ എൻ്റെ ക്ലാസ്മേറ്റും ഫ്രണ്ടുമായ നിതിനാണ്. ഇപ്പോൾ നിതിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു മോഡലിൽ? 49 മാർക്കാണ് നിതിന് മോഡൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മാത്സ് എക്സാമിനെ പറ്റി എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? മാത്സ് ടഫാവുമെന്നാണ് നിതിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു മൈൻഡിൽ പോവുക. മാത്സ് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് കിട്ടുമോ? NCERT-ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് നിതിൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ NCERT നമുക്ക് മൊത്തം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ സെലക്റ്റഡ് എക്സസൈസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. നമുക്ക് മാത്സിൻ്റെ റിവ്യൂ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.